നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മുടെ പുതിയ ചാപ്റ്റർ ആണല്ലേ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, ഡെസിമൽ ആൻഡ് ഫണ്ടമെന്റൽ ഓപ്പറേഷൻസ് ഓൺ ദം. ഇതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് അതിന്റെ ബേസിക് ആയിട്ടുള്ള എന്താണ് ഡെസിമൽസ്, എങ്ങനെയാണ് ഡെസിമൽസിൽ ഓപ്പറേഷൻ ചെയ്യുക എന്നുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എങ്ങനെ ഡെസിമൽ നമ്പേഴ്സുകളെ ആഡ് ചെയ്യാം, എങ്ങനെ സബ്സ്ട്രാക്ട് ചെയ്യാം ഒക്കെ നമ്മൾ പഠിച്ചു. ഡെസിമൽ നമ്പേഴ്സ് എന്താന്ന് പഠിച്ചു, പിന്നെ അതിന്റെ മലയാളമൊക്കെ ഉണ്ടായിരുന്നു, ഡെസിമൽ പ്ലേസസ്, പിന്നെ ഡെസിമൽ ഫ്രാക്ഷൻ എങ്ങനെയാണ് ദശാംശങ്ങളെ ഭിന്നങ്ങളായിട്ട് എഴുതുന്നത്, ഡെസിമൽ ഫ്രാക്ഷൻ എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് കാട്ടിയതുണ്ടായിരുന്നു. പിന്നെ അഡീഷനും സബ്സ്ട്രാക്ഷനും പഠിച്ചു. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡെസിമൽസിനെ പറ്റി പഠിച്ചത്. ഇനി മൾട്ടിപ്ലിക്കേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞോളൂ അല്ലെ, എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളത് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞോളൂ. നമ്മൾ പ്രോബ്ലംസ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ തൊട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്യാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോ മൾട്ടിപ്ലിക്കേഷന് നമുക്ക് 2 സ്റ്റെപ്പാണ് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എല്ലാവരും മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒക്കെ കണ്ടിട്ട് സംശയങ്ങളൊക്കെ മാറ്റുക. പിന്നെ പുതിയ ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരും പഴയ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് അതിന്റെ സംശയങ്ങളും കാര്യങ്ങളൊക്കെ മാറ്റുക കേട്ടോ. ഓക്കെ അപ്പൊ കുറച്ച് പേരും കൂടെ ഒക്കെ വന്നിട്ടുണ്ട്. ഇവിടെ തൊട്ടാണ് നമ്മളപ്പോ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ മൾട്ടിപ്ലിക്കേഷന് 2 സ്റ്റെപ്പാണുള്ളത്. അപ്പൊ അഡീഷന് നമ്മൾ എന്താ പറഞ്ഞത്, അഡീഷൻ നമ്മൾ പറഞ്ഞത് ഒരു ഡെസിമൽ നമ്പറിന് ഒരു ഹോൾ നമ്പറിന്റെ ഭാഗം ഉണ്ടാവും, ഒരു അഖണ്ഡ സംഖ്യയുടെ ഭാഗവും ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. എന്തായിരുന്നു? ഡെസിമൽ നമ്പറിന് ഒരു ഹോൾ നമ്പറിന്റെ ഭാഗവും ഉണ്ടാകും, പിന്നെ ഒരു ഡെസിമൽ പാർട്ടും ഉണ്ടാകും എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അഡീഷനോ സബ്സ്ട്രാക്ഷനോ ചെയ്യുമ്പോൾ ഈ ഹോൾ നമ്പറുകളും തമ്മിലും ഡെസിമൽസും തമ്മിലും മാത്രമേ ആഡ് ചെയ്യാനും സബ്സ്ട്രാക്ട് ചെയ്യാനും പാടുള്ളൂ അല്ലെ. അല്ലാതെ 2 ഡെസിമൽസും പിന്നെ ഹോൾ നമ്പേഴ്സും തമ്മിൽ ആഡ് ചെയ്താൽ നമ്മുടെ ആൻസർ തെറ്റി. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. ഡെസിമൽസ് എത്രയുണ്ടോ അതിന്റെ സ്ഥാനം നോക്കിയിട്ട് 100th പ്ലേസ് 10th പ്ലേസ് ഒക്കെയാണ് ഡെസിമൽസ് വരുന്നത്. 100s അല്ല, 100, 100ാം സ്ഥാനം, 10ാം സ്ഥാനം ഒക്കെയാണ് വരുന്നത്. 10ാം സ്ഥാനം തൊട്ടാണ് ഡെസിമൽസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതാണ് അതിന്റെ പേര് തന്നെ ഡെസിമൽസ്, ദശാംശം. ദശാംശം എന്ന് പറഞ്ഞാൽ 10 അല്ലേ, അതുകൊണ്ടാണ് അതിന്റെ നെയിം തന്നെ വരുന്നത്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഒക്കെ തന്നിട്ട് റൗണ്ട് ടു 100th പ്ലേസ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറെ പോയിന്റ് കിട്ടുന്ന ഒരു സാധനമാണെങ്കിൽ അതിനെ 100th പ്ലേസിലേക്ക് ചുരുക്കി എഴുതാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് വരാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ അതാണ് 100th പ്ലേസ് എന്ന് പറഞ്ഞാൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യ, 10th പ്ലേസ് എന്ന് പറഞ്ഞാൽ പോയിന്റ് കഴിഞ്ഞിട്ട് ഒറ്റ സംഖ്യയാണ് എഴുതുള്ളൂ. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതാ ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. 10th, 100th, 1000th എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോ അഡീഷൻ പറഞ്ഞപ്പോ എങ്ങനെയായിരുന്നു? ഈ പറഞ്ഞ പോലെ ഹോൾ നമ്പറുകൾ തന്നെ, അതായത് 10th പ്ലേസിൽ കിടക്കുന്ന ആൾക്കാരെ 10th കൊണ്ട് മാത്രം, 100s പ്ലേസിൽ കിടക്കുന്ന ആൾക്കാരെ അതുകൊണ്ട് മാത്രം ആഡ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക, 1000th പ്ലേസിൽ കിടക്കുന്നവരെ അതുകൊണ്ട് മാത്രം. അങ്ങനെ സ്ഥാനം നോക്കിയിട്ടാണ് അഡീഷനും സബ്സ്ട്രാക്ഷനും ചെയ്യുന്നത്. മൾട്ടിപ്ലിക്കേഷനിൽ നമ്മൾ അങ്ങനെ സ്ഥാനം നോക്കേണ്ട കാര്യമില്ല. സ്ഥാനം നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് പോയിന്റ് ഉള്ള സംഖ്യകളെ അവിടെ പോയിന്റേ ഇല്ല എന്ന് കൺസിഡർ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, മൾട്ടിപ്ലൈ ചെയ്യാൻ. അവസാനം കിട്ടുന്ന സംഖ്യയിലാണ് നമ്മൾ എവിടെയാണ് പോയിന്റ് ഇടുന്നത് എന്ന് കണ്ടുപിടിക്കേണ്ടത്. എന്നുവെച്ചാല് വലിയ 2 സംഖ്യകളൊക്കെ തന്നിട്ടുണ്ടാവുമെങ്കിൽ അതിന്റെ പോയിന്റേ ഇല്ല എന്ന് വിചാരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, മൾട്ടിപ്ലൈ ചെയ്യാൻ. എന്നിട്ട് വേണം പോയിന്റ് ഇടേണ്ടത്. ഞാനിത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു അല്ലെ, ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങൾക്കൊന്ന് നോക്കി ഞാനിവിടെ കാട്ടിത്തരാം. 2.3 ഗുണിക്കണം 4.2. ഇത് നിങ്ങൾ എങ്ങനെയാണ് ഗുണിക്കുക? അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ എന്താണ്, ഇവിടെ പോയിന്റ് ഉള്ള ആ സംഖ്യകളെ പോയിന്റേ ഇല്ല എന്ന് വിചാരിച്ചിട്ട് സാധാരണ എങ്ങനെയാണോ ഗുണിക്കുക അതുപോലെ തന്നെ അങ്ങോട്ട് ഗുണിക്കുക. എന്ന് പറഞ്ഞാല് 23ഉം 42ഉം കൂടി ഗുണിക്കുക. 23 × 42 എന്ന് പറഞ്ഞിട്ട് ഗുണിക്കുക. പോയിന്റേ ഇല്ല എന്ന് വിചാരിക്കുക അവിടെ. അപ്പൊ 23 ×
42 എന്ന് പറഞ്ഞ് നിങ്ങൾ ഗുണിച്ചാൽ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? 966 എന്നാണ് ഉത്തരം കിട്ടുന്നത്. ഇനി ഈ 966 എന്ന് പറയുന്ന ഈ ഉത്തരം, ഇതല്ല ഉത്തരം, ഇതില് നമ്മൾ ഏതോ ഒരു സ്ഥാനത്ത് പോയിന്റ് ഇടണം. അതിനി എവിടെ ഇടണം എന്നാണ് നമ്മൾ തീരുമാനിക്കേണ്ടത്. എങ്ങനെ തീരുമാനിക്കുക? നോക്കൂ, ഇവിടെ ഒറ്റ സംഖ്യയാണ് പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത്. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരൊറ്റ സംഖ്യയേ ഉള്ളൂ. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് അഗെയിൻ ഒരു സംഖ്യയാണ് ഉള്ളത്. അപ്പൊ 1+1 മൊത്തം പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യകൾ വരണം. അപ്പൊ എവിടെ പോയിന്റ് ഇടണം? ദാ ഇവിടെ. അപ്പൊ 9.66 എന്നാണ് ഉത്തരം വരിക. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? മൾട്ടിപ്ലിക്കേഷനിൽ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇന്ന് ആലോചിക്കുകയും കൂടി ചെയ്യണം കേട്ടോ. ജസ്റ്റ് ആയിട്ട് നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ 2 സംതിങ്ങും 4 സംതിങ്ങും ആണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോ മെയിൻ ആയിട്ട് വരുന്ന സംഖ്യ 2ഉം 4ഉം ആയതുകൊണ്ട് തന്നെ 8ഓ 9ഓ അങ്ങനെ ഏതെങ്കിലും ഒരു സംഖ്യ ആയിരിക്കും നമുക്ക് വരേണ്ടത്. അങ്ങനെ നമ്മളൊന്ന് ചിന്തിക്കണം. ഇപ്പൊ നമ്മൾ 23ഉം 55 ഒക്കെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ അപ്പോ 23ഉം അത്രയൊക്കെ വരുമ്പോ ഏകദേശം എത്രയായിരിക്കും വരിക എന്നുള്ളൊരു ഒരു ചെറിയൊരു ബോധം നമുക്ക് ഉണ്ടായാൽ നമുക്ക് എവിടെയാണ് പോയിന്റ് ഇടുന്നതെന്ന് തെറ്റാതെ ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ നിങ്ങൾ 96 കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുകയാണെങ്കിൽ ലോജിക്കലി പോസിബിൾ അല്ല. കാരണം നമ്മൾ 2 സംതിങ്ങും 4 സംതിങ്ങും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് 96 പോലത്തെ വലിയൊരു സംഖ്യ കിട്ടില്ല. അപ്പൊ 9 പോയിന്റ് ആണ് വരേണ്ടത്. അതും കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പൊ എത്ര സംഖ്യകൾ ഉണ്ട് മൊത്തം, ഒരെണ്ണത്തിലല്ല, മൊത്തം എത്ര സംഖ്യകൾ പോയിന്റ് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നോക്കേണ്ടത്. 2 മൾട്ടിപ്ലൈ ചെയ്യുന്ന 2 സംഖ്യകളിൽ കൂടി എത്ര സംഖ്യ ഉണ്ടെന്ന് നോക്കുക. അതിനുശേഷമാണ് എവിടെ പോയിന്റ് ഇടണം എന്ന് നിശ്ചയിക്കേണ്ടത്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ സ്റ്റെപ്പ് കിടക്കുന്നത്. 2 ഡെസിമൽ നമ്പറുകളെ ഡെസിമൽ പോയിന്റ് ഇല്ലാതെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് റൈറ്റ് മോസ്റ്റ് ഡിജിറ്റിൽ നിന്ന് എത്ര എണ്ണം, എത്ര പോയിന്റ്, എത്ര ഡിജിറ്റുകൾ അവിടെ ദശാംശങ്ങളായി കിടക്കുന്നുണ്ട് എന്ന് നമ്മൾ കൗണ്ട് ചെയ്യണു. എന്നിട്ട് അതിനനുസരിച്ച് പോയിന്റ് ഡെസിമൽ എവിടെ ഇടണം? മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടിയ സംഖ്യയിൽ ഇടുക. ഇതാണ് നമ്മുടെ പ്രോസസ്സ്. മലയാളത്തിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇത് ചെയ്യാം. ഇത് ചെയ്തിരുന്നോ നമ്മള്? ഇത് ചെയ്തിരുന്നോ? അപ്പൊ നമ്മൾ നോക്കിയേ, ഇവിടെ ക്വസ്റ്റ്യൻ ഞാനൊരു എക്സാമ്പിളിന് കൊടുത്തിട്ടുണ്ട്. 3.5413 ഗുണിക്കണം 2.1. അപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താ ചെയ്യേണ്ടത്? പോയിന്റേ ഇല്ല എന്ന് വിചാരിച്ചിട്ട് ഗുണിക്കുക. അപ്പൊ നമ്മുടെ ആലോചിക്കുമ്പോ ഗുണിക്കല് കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ? ശരിക്കും നമ്മളപ്പോ 3.5413 ഗുണിക്കണം 21 ഇങ്ങനെ ചെയ്യണം. നിങ്ങൾ എവിടെയാണോ പോയിന്റ് കിടക്കണേ, അയ്യോ എവിടെയാണല്ലോ ഡെസിമൽ പ്ലേസ്, അവിടെയാണല്ലോ, അങ്ങനെ ചിന്തിക്കണ്ട. വെറുതെ ഗുണിക്കുക. ഓക്കെ, വെറുതെ ഗുണിക്കുമ്പോ നമുക്ക് എത്ര ഉത്തരം കിട്ടുക? 3, ഇവിടെ നിന്ന് 1 കിട്ടി, പിന്നെ ഇവിടെ 4 കിട്ടി, ഇവിടെ 5 കിട്ടി, ഇവിടെ 3 കിട്ടി, പിന്നെ ഇവിടെ 6, 2, 8, 10, 0, 3, 2, 6, 7 ഇങ്ങനെ കിട്ടി അല്ലേ? ഇനി ആഡ് ചെയ്ത് ഇത് സാധാരണ ഗുണനം, വേറെ ഒന്നുമില്ല. സാധാരണ നമ്മുടെ ഗുണനമാണ് വരുന്നത്. 8ഉം 5ഉം 13, 3ഉം 1ഉം 4. ഓക്കെ, ഇത് 6ആണ്, സോറി. ആഡ് ചെയ്ത് എഴുതുന്നു. 3, 4, 7. ഇതാണ് ഉത്തരം. 7, 4, 3, 6, 7, 3. അങ്ങനെ വലിയൊരു സംഖ്യയാണ് നമുക്ക് കിട്ടിയത്. ഇനി എന്ത് ചെയ്യണം? പോയിന്റ് ഇടണം. അത് മറക്കരുത് കേട്ടോ. 2 സംഖ്യകളോട് ഗുണിച്ചിട്ട് ആ വലിയ സംഖ്യ അതാണ് ഉത്തരം എന്നിട്ട് എഴുതി വെക്കരുത്. പിന്നെ നമ്മൾ തീരുമാനിക്കേണ്ടത് എവിടെ പോയിന്റ് ഇടണം എന്നാണ്. നോക്കൂ, ഇവിടെ എത്ര സംഖ്യകളുണ്ട്? പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര സംഖ്യകളുണ്ട്? 4 സംഖ്യകളുണ്ട്. 1, 2, 3, 4 കണ്ടല്ലേ? ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് 4 സംഖ്യ ഉണ്ട്. ഇവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു സംഖ്യ ഉള്ളു. അപ്പൊ 4 + 1 മൊത്തം 5 സംഖ്യകളാണ് നമ്മൾ നോക്കേണ്ടത്. എവിടെന്ന്? വലത്തുനിന്ന് എണ്ണി തുടങ്ങണം. 1, 2, 3, 4, 5. അപ്പൊ ഇവിടെ പോയിന്റ് ഇടണം ഇവിടെ. ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? 7.436673. അപ്പൊ എന്ത് വേണം? ഗുണിക്കാൻ നല്ല പോലെ അറിഞ്ഞിരിക്കണം കേട്ടോ. ഗുണനം അറിഞ്ഞാലാണ് നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഗുണനം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഗുണനമൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. വേറെ ചാറ്റുകൾ ഒന്നും വേണ്ട കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഡിവിഷനിലേക്കാണ്. ഡിവിഷൻ ഓഫ് ഡെസിമൽ നമ്പേഴ്സ്. അപ്പോ
ഒരു ഡെസിമൽ നമ്പറിനെ മറ്റൊരു ഡെസിമൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വീണ്ടും ഡെസിമൽ പോയിന്റ് റിമൂവ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്യാം. അതിനുശേഷമാണ് നമ്മൾ ഡെസിമൽ പോയിന്റ് ഇടുക. അപ്പൊ ഈ ഡെസിമൽ പോയിന്റ് ഇവിടെ ഡിവൈഡ് ചെയ്യുന്ന കേസസിൽ എങ്ങനെയാണ് ഡെസിമൽ പോയിന്റ് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം. നമ്മൾ ഇപ്പൊ ചെയ്ത പോലെ അവിടെ പോയിന്റേ ഇല്ല എന്ന് കൺസിഡർ ചെയ്തിട്ടല്ല ചെയ്യേണ്ടത്. നമുക്കിപ്പോ ഫോർ എക്സാമ്പിൾ 2.3 ഡിവൈഡഡ് ബൈ 3.4 ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പൊ 2 ഡെസിമൽ നമ്പറുകളല്ലേ. ആ ഡെസിമൽ നമ്പറുകളെ അവിടെ നിന്ന് മാറ്റി അതിനെ നോർമൽ നമ്പറുകൾ ആക്കണം. ഓക്കെ, അത് എവിടത്തെ ഡിവൈസറിനെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡിവൈസറിന്റെ ആണ് ഡെസിമൽ പോയിന്റുകൾ മാറ്റേണ്ടത്. ഡിവൈഡന്റിന് ഡെസിമൽ പോയിന്റ് ഒരെണ്ണമൊക്കെ വന്നാലും വലിയ പ്രശ്നമില്ല. ഡിവൈസർ, ഈ താഴെ കിടക്കുന്ന ആളാണ് ഡിവൈസർ. ഇതുകൊണ്ടല്ലേ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നേ. ഇപ്പൊ ഇങ്ങനെയാണ് എഴുതുന്നതെങ്കിൽ നമ്മൾ ഇതിനെ ഇങ്ങനെയല്ലേ എഴുതുക, 2.3 3.4. അപ്പൊ ഇവിടെ കിടക്കുന്ന ആൾ ആരാണോ അതിനാണ് ഒട്ടും ഡെസിമൽ പോയിന്റ് വരാൻ പാടില്ലാത്തത്. അപ്പൊ അവിടെ ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ അതിനെ ഡെസിമൽ പോയിന്റ് ഇല്ലാതെ ആക്കണം. എങ്ങനെയാണ് ഇല്ലാതെ ആക്കുന്നത്? അത് എത്ര പോയിന്റ് ഉണ്ട് എന്ന് നോക്കിയിട്ട് അതിനെ നമ്മൾ 10ന്റെ ഗുണിതങ്ങൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മനസ്സിലായോ? അപ്പൊ അത് അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഞാനിപ്പോ ദാ ഇവിടെ ഒരു പോയിന്റ് അല്ലേ ഉള്ളേ. ഈ 2.3നെ ഞാൻ 10 കൊണ്ട് ഗുണിച്ചാൽ അതിന്റെ ഉത്തരം 23 എന്നാണ്. മനസ്സിലായി? നമ്മളിപ്പോ ഓൾറെഡി നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഡിവിഷൻ ബൈ ആണെങ്കിൽ ഇങ്ങനെ 3/10 എന്നൊക്കെയാണ് എഴുതുന്നതെങ്കിൽ ഇവിടെ എത്ര 0 ഉണ്ടെന്ന് നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ സ്ഥാനം നോക്കും. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മൾ ഡിവിഷൻ ഓഫ് ഫ്രാക്ഷൻ ഓഫ് ഡെസിമൽ നമ്പർ അങ്ങനെ ഇതിൽ പഠിച്ചില്ലേ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ താഴെ എത്ര 0 ഉണ്ട് അതിനനുസരിച്ച് നമ്മൾ വലത്ത് നിന്ന് സംഖ്യകൾ എണ്ണിയിട്ട് വേണം പോയിന്റ് ഇടാൻ. ഇപ്പൊ താഴെ 2 0 ഉണ്ടായിരുന്നെങ്കിൽ എന്താ ചെയ്യണ്ടേ? ഒരു പോയിന്റ് ഇട്ടതിന് ശേഷം അവിടെ എത്ര സംഖ്യകൾ വേണം? 2 സംഖ്യകൾ വേണം. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? മനസ്സിലായോ? അപ്പൊ നമ്മള് ഒരു 10ന്റെ ഗുണിതങ്ങൾ കൊണ്ട് അവിടെ ഡിവൈഡ് ആണ് ചെയ്യുന്നതെങ്കിൽ, സാധാരണ രീതിയിൽ 10ന്റെ ഗുണിതങ്ങൾ കൊണ്ട് 10 താഴെയാണ് ഇവിടെ വരുന്നതെങ്കിൽ 10 100 1000 ഒക്കെ താഴെയാണ് വരുന്നതെങ്കിൽ പോയിന്റ് ഇടത്തോട്ട് നീങ്ങി പോകും. ഓക്കെ, 10ന്റെ മൾട്ടിപ്പിൾസ് കൊണ്ട് നമ്മൾ ഗുണിക്കുകയാണെങ്കിൽ, അത് 10 100 1000 10000 ഇതുകൊണ്ടൊക്കെ നമ്മളൊരു സംഖ്യയെ ഗുണിക്കുകയാണെങ്കിൽ, ഒരു ഡെസിമൽ നമ്പറിനെ ഗുണിക്കുകയാണെങ്കിൽ അതിന്റെ പോയിന്റ് വലത്തോട്ട് നീങ്ങിപ്പോകും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. 10 അതിന്റെ ഗുണിതങ്ങൾ കൊണ്ട് നമ്മൾ ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഡെസിമൽ പോയിന്റുകൾ നമ്മൾ ഇടത്തോട്ടാണ് ഉണ്ടത്. ഡെസിമൽ പോയിന്റുകൾ എങ്ങോട്ട്? ഇടത്തോട്ടാണ് നീങ്ങി പോവുക അല്ലെ. ഇവിടെ നോക്കിയേ, ഇവിടെ ഒരൊറ്റ പോയിന്റ്, ഒരൊറ്റ സംഖ്യയുടെ മുമ്പായിരുന്നു പോയിന്റ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ ഒരു 0 കൂടിയപ്പോ അതാ ഇവിടെ ഡെസിമൽ പോയിന്റ് ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്പുറത്തേക്ക് പോയി അല്ലെ. ഇടത്തോട്ട് ഒരു പൊസിഷൻ കൂടി ഇടത്തോട്ട് നീങ്ങി. ഇവിടെ ഇപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോ എന്താ സംഭവിക്കുന്നത് നോക്കിയേ. ഇവിടെയായിരുന്നു പോയിന്റ്, ഈ പോയിന്റ് ഇവിടെ നിന്ന് എങ്ങോട്ട് പോയി? ഇപ്പുറത്തേക്ക് പോയി, 23 എന്നായി. മനസ്സിലായി? ആ പോയിന്റ് അവിടെ നിന്ന് വലതു ഭാഗത്തേക്ക് പോയി. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10നോ 10ന്റെ ഗുണിതങ്ങൾ കൊണ്ടോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അത് വലതു ഭാഗത്തേക്കാണ് പോയിന്റ് നീങ്ങി പോകുന്നത്. ഡിവൈഡ് ചെയ്യുമ്പോൾ ഇടത് ഭാഗത്തേക്ക് പോയിന്റുകൾ നീങ്ങി പോകും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ 2.3നെ 100 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നതെങ്കിൽ 23ഉം പിന്നെ എത്ര പോയിന്റ് അപ്പുറത്തേക്ക് പോണം? ഒരു 0 കൂടെ വരും. മനസ്സിലായോ? 2 സംഖ്യകള് മാറിയിട്ടേ പോയിന്റ് ഇടാൻ പാടുള്ളൂ. മനസ്സിലായോ? 2 സംഖ്യകൾ മാറിയിട്ടേ പോയിന്റ് ഇടാൻ പാടുള്ളൂ. ഇവിടെ ഒറ്റ സംഖ്യ ഉള്ളൂ. അപ്പൊ അടുത്തൊരു സംഖ്യക്ക് പകരം 0 ഇട്ടു എന്നിട്ടാണ് പോയിന്റ് ഇടാൻ പാടുള്ളൂ. ഓക്കെ, ഇത് ക്ലിയർ ആണോ? ഇത് നിങ്ങൾക്ക് പഠിച്ചിരുന്നു. ഓക്കെ, മനസ്സിലായി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോ ഇതാണ് നമ്മുടെ ഡിവിഷൻ ഓഫ് ഡെസിമൽ നമ്പറിൽ നമ്മൾ ചെയ്യേണ്ടത്. ഡെസിമൽ നമ്പറുകളെ ആദ്യം തന്നെ ഡിവൈസറിന്റെ ഡെസിമലിനെ മാറ്റണം. ഡിവൈസറിൽ ഡെസിമൽ പോയിന്റ് ഉണ്ടെങ്കിൽ അതിനെ ഏത് 10 കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ ഡെസിമൽ പോയിന്റ് പോകുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഡെസിമൽ പോയിന്റ് കളഞ്ഞതിന് ശേഷമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? അതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. ഓക്കെ, അപ്പോ ഫോർ എക്സാമ്പിൾ ഇവിടെ 4നെ ഞാൻ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണമെന്ന് വിചാരിക്കുക. 4നെ ഞാൻ
0.8 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേണ്ട 0.2 കൊണ്ട് ചെയ്യാം, അതാണ് നമുക്ക് എളുപ്പം. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കി നോക്കിയാൽ ഞാൻ ഹരിക്കാൻ എളുപ്പത്തിലുള്ള ഒരു നമ്പർ എടുത്തതാണ് കേട്ടോ. യെസ്, 4നെ ഡിവൈഡഡ് ബൈ 0.2. 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നമുക്ക് എളുപ്പം അല്ലെ. 0.2 കൊണ്ട് വരുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഈ ഡിവൈസർ എന്ന് പറയുന്ന ഈ ആളുടെ ഡെസിമലിനെ കളയണം. അപ്പൊ നോക്കൂ നിങ്ങള്, പോയിന്റ് കഴിഞ്ഞിട്ട് ഇവിടെ എത്ര സ്ഥാനമുണ്ട്? ഒരൊറ്റ സ്ഥാനേ ഉള്ളൂ. അപ്പൊ ആ ഒരൊറ്റ സ്ഥാനത്തിനെ മാറ്റാൻ വേണ്ടി അവിടെ എന്ത് മാത്രമേ ഉള്ളൂ? 10th മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനെ മാറ്റാൻ വേണ്ടി നമ്മൾ വെറുതെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിനെ അല്ലെങ്കിൽ ഡിവൈസറിനെ മാത്രമല്ല മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൊത്തം ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ പോയിന്റ് ഇതിന് മാത്രമല്ലേ ഉള്ളൂ, ഇതിനെ മാത്രം മൾട്ടിപ്ലൈ ചെയ്യാമെന്ന് വിചാരിക്കരുത്. ഒരു ഫ്രാക്ഷനിൽ അല്ലെങ്കിൽ നമ്മളൊരു ഇങ്ങനെ ഫ്രാക്ഷൻ ആയിട്ട് എഴുതുന്ന ഒരു ഡിവിഷനില് എന്തെങ്കിലും ഒരു ചേഞ്ച് നമ്മൾ ഒരു അംശത്തിലോ അല്ലെങ്കിൽ ഛേദത്തിലോ വരുന്നുണ്ടെങ്കിൽ രണ്ട് ഭാഗത്തും തുല്യമായി ആ ചേഞ്ച് വരുത്തണം. മനസ്സിലായോ? ഡിനോമിനേറ്ററിൽ നമ്മൾ എന്ത് മാറ്റം വരുത്തിയാലും ന്യൂമറേറ്ററിലും വരുത്തണം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? നമ്മൾ LCM ഒക്കെ എടുത്തപ്പോ എന്താ ചെയ്തത്? ഡിനോമിനേറ്ററിൽ മാത്രമാണോ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തല്ല. എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണ്ടെങ്കിലും ന്യൂമറേറ്ററിലും ചെയ്തിരിക്കണം. അവിടെ ന്യൂമറേറ്ററിൽ പോയിന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊന്നും നോക്കണ്ട, മൾട്ടിപ്ലൈ ചെയ്തിരിക്കണം. അപ്പൊ ഈ ഫ്രാക്ഷനെ ഞാൻ എന്താക്കി മാറ്റി? 40 ഡിവൈഡഡ് ബൈ 0.2 ഇൻറ്റു 10 എന്ന് പറഞ്ഞാൽ എന്തായി? വെറും 2 ആയി. അപ്പൊ ഇപ്പൊ നമുക്ക് എളുപ്പത്തില് ഹരിക്കാം അല്ലെ. 40 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത് 20 ആണ് ഉത്തരം. അപ്പൊ പിന്നെ നിങ്ങൾ ആലോചിക്കും, അപ്പൊ ഈ 20നെ വീണ്ടും പോയിന്റ് മാറ്റിയിട്ട് ആൻസർ മാറ്റേണ്ട? വേണ്ട. പിന്നെ നമ്മൾ മൾട്ടിപ്ലിക്കേഷനിൽ ചെയ്ത പോലെ പോയിന്റ് ഇടുന്നത് കാര്യമില്ല. ഇതാണ് ഉത്തരം. ഓക്കെ, 4ല് 20 തവണയാണ് 0.2 വരുന്നത്. അത് തന്നെയാണ് ഉത്തരം. പിന്നെ അതിൽ പോയിട്ട് ഒരു പോയിന്റ് ഉള്ളു എന്നാൽ പിന്നെ ഇവിടെ പോയിന്റ് ഇടാൻ വേണ്ട. ആ പോയിന്റ് ഇടുന്ന പരിപാടി ഇല്ല. പിന്നെ ഡിവിഷനിൽ നമുക്ക് ഡെസിമലിനെ 10 കൊണ്ടോ 10ന്റെ മൾട്ടിപ്പിൾസ് കൊണ്ടോ ഗുണിച്ചതിന് ശേഷം പിന്നെ വീണ്ടും ആ കിട്ടുന്ന ഉത്തരത്തിൽ പോയിന്റ് ഇടുകയോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അപ്പൊ ഉത്തരം എന്ന് പറയുന്നത് 20 ആണ്. അവിടെ വെച്ച് നിർത്താം. ഓൾറൈറ്റ്, ഓക്കെ. അപ്പോ അതാണ് നമ്മുടെ എന്ത് ഡിവിഷൻ ഓഫ് ഡെസിമൽ നമ്പറുകൾ എന്ന് പറയുന്നത്. ഞാനപ്പോ ദാ ഇവിടെ ഒരു എക്സാമ്പിള്, വേറെ എക്സാമ്പിൾ ഉണ്ടോ നോക്കട്ടെ. ഇത്രയും നമുക്ക് എക്സാമ്പിൾസ് വരുന്നുള്ളൂ. ഞാൻ നിങ്ങൾക്ക് വേറെ എക്സാമ്പിൾ ഞാനായിട്ട് തരാം. അപ്പൊ നിങ്ങൾ ഇതൊന്ന് ചെയ്ത് നോക്കൂ, വേഗം ഉത്തരം പറയണം കേട്ടോ. ഞാനൊരു എക്സാമ്പിൾ ഇവിടെ എഴുതുന്നുണ്ട്. 1.5 ഹരിക്കണം 0.3. ഉത്തരം പറഞ്ഞോളൂ വേഗം. വേഗം ഉത്തരം പറഞ്ഞോളൂ എല്ലാവരും. ഇതിന്റെ ഉത്തരം പറഞ്ഞോളൂ. ആരാണ് ആദ്യ ഉത്തരം പറയണം നോക്കട്ടെ. മനസ്സിലായെന്നൊക്കെ എല്ലാരും പറയുന്നുണ്ട്. അപ്പൊ വേഗം ഉത്തരം പറഞ്ഞോളൂ. നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ എഴുതിയ ക്വസ്റ്റ്യൻ കാണുന്നില്ലേ? 1.5 ഡിവൈഡഡ് ബൈ 0.3. ഓക്കെ, അപ്പോ കുറച്ച് പേർക്ക് മനസ്സിലായില്ല എന്ന് പറയുന്നുണ്ട്. ഇതിന്റെ ഒന്ന് ആൻസർ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഒന്നും കൂടെ ഇത് എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എത്രയാണ് ഉത്തരം കിട്ടുന്നത്? 1.5 ഡിവൈഡഡ് ബൈ 0.3 എന്ന് പറയുന്നത്. കുറെ പേരൊക്കെ ഡിഫറെന്റ് ആൻസേഴ്സ് പറയുന്നുണ്ട്. നോക്കി നോക്കാം നമുക്ക്. എല്ലാവരുടെ ആൻസേഴ്സും വരട്ടെ കേട്ടോ. 1.5 ആരാണ് ഇപ്പൊ കറക്റ്റ് പേര്? ഒരാളാണ് കറക്റ്റ് ആയിട്ട് ആൻസർ. 1, 2. ഓക്കെ, അപ്പോ 5 ആണ് ഉത്തരം. അത് ആദ്യം പറഞ്ഞത് ഈ സുനിത CK എന്ന് പറയുന്നത് ആരുടെ നെയിമാണ്? സുനിത CK പേരും കൂടി ഇടൂ. പിന്നെ രാധുല് പറഞ്ഞു. പിന്നെ ആരാണ്?
ലിയോക് ഹോട്ടൽസ്, പേരും കൂടി ഇടണം കേട്ടോ നിങ്ങൾ. ഞാൻ ഇങ്ങനെയാ നിങ്ങളുടെ പേര് എല്ലാവരുടെ പേര് ഓർത്ത് വെക്കുക, കുറച്ച് ആൾക്കാരുടെ പേര് എനിക്ക് ഓർമ്മയുള്ളൂ. ഓക്കെ, അപ്പൊ സുനിത സി കെ എന്ന യൂസർ നെയിം ഉള്ള ആളാണ് എന്റെ ആൻസർ ആദ്യമായിട്ട് പറഞ്ഞത്. ബാക്കി കുറെ പേരൊക്കെ അതിന് മുന്നേ 2 1.503 ഒക്കെ ഉത്തരം പറഞ്ഞു. അതെങ്ങനെയാ വരുന്നത്? നമ്മൾക്കിപ്പോ എന്താ ചെയ്യേണ്ടത് ഇവിടെ? ആദ്യം എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ആദ്യം എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? നമ്മുടെ നമ്പർ എന്ന് പറയുന്നത് 1.5 ഡിവൈഡഡ് ബൈ 0.3 അപ്പോ ഇവിടെ എന്താണ് ഡിവൈസറിൽ എത്ര സംഖ്യകൾ ഉണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട്? എത്ര സംഖ്യകളാണ് ഡിവൈസറിൽ കിടക്കുന്ന പോയിന്റ് കഴിഞ്ഞിട്ട്? ഒറ്റ സംഖ്യയുള്ളൂ അല്ലെ? ഒറ്റ സംഖ്യയാണ് പോയിന്റ് കഴിഞ്ഞിട്ട് ഡിവൈസറിൽ, അതായത് താഴെ ഡിനോമിനേറ്ററിൽ കിടക്കുന്നുള്ളൂ. ഒരൊറ്റ സംഖ്യ കിടക്കുന്നുള്ളൂ. അപ്പൊ ആ ഒരൊറ്റ സംഖ്യേനെ നമുക്ക് ഡെസിമൽ ഇല്ലാത്ത രൂപത്തിലേക്ക് മാറ്റണമെങ്കിൽ അതിനെ എന്ത് ചെയ്യണം? 10 കൊണ്ട് ഗുണിക്കണം. 10 കൊണ്ട് ഗുണിക്കാൻ പറയാൻ കാരണം എന്താ? അത് 0.3 ആണ് അല്ലെ? 0.3 എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ, മനസ്സിലാവാത്ത ആൾക്കാര്. ഡിനോമിനേറ്ററിൽ അല്ലെങ്കിൽ ഡിവൈസർ ആയിട്ട് ഏത് സംഖ്യയാണോ കിടക്കുന്നത് അതില് എത്ര ദശാംശങ്ങൾ ഉണ്ട് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഒറ്റ സംഖ്യ അവിടെ കിടക്കുന്നുള്ളൂ എങ്കിൽ അതിനെ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ആ ദശാംശം പോകാൻ വേണ്ടിയിട്ട് 10 കൊണ്ട്. മനസ്സിലായോ? ഒറ്റ സംഖ്യയാണ് അവിടെ പോയിന്റ് കഴിഞ്ഞിട്ട് കിടക്കുന്നുള്ളൂ അല്ലെ? ഇവിടെ ഈ പോയിന്റ് കഴിഞ്ഞിട്ട് ഈ 3 എന്ന് പറയുന്ന ഒരൊറ്റ സംഖ്യയെ കിടക്കുന്നുള്ളൂ. അപ്പൊ ഇതിന് ഇവിടെ നിന്ന് ഈ പോയിന്റ് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അല്ലെ? പോയിന്റ് ഉള്ള സംഖ്യയെ ഡിവൈഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിന്റെ പോയിന്റ് മാറ്റുന്നത്. ഡെസിമലിനെ സാധാരണ ഹോൾ നമ്പർ ആക്കിയതിന് ശേഷം നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പൊ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എത്ര കൊണ്ട് ഗുണിച്ചാലാണ് ആ ഡെസിമൽ തന്നെത്താൻ ഒരു ഹോൾ നമ്പർ ആയി മാറുകയുള്ളൂ. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളോട്, എത്ര സംഖ്യകൾ ഉണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കേണ്ടത്. പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യ ഉണ്ടെന്ന് വിചാരിക്കുക. ഇതിന്റെ പോയിന്റ് പോകണമെങ്കിൽ 100 കൊണ്ട് ഗുണിച്ചാലേ പറ്റുള്ളൂ. കണ്ടില്ലേ? 2 0 വന്നാലേ ഈ 2 പോയിന്റ് ഇപ്പുറത്തേക്കും പിന്നെ ഇപ്പുറത്തേക്കും നീങ്ങിയിട്ട് അത് 233 ആവുകയുള്ളൂ. ഇനി 2.345 ഇതിന്റെ മാറണമെങ്കിലോ 1000 കൊണ്ട് ഗുണിക്കണം. എന്നാലാണ് ഇത് 2345 ആവുള്ളൂ. എങ്ങനെയാ? ഇതുകൊണ്ട് ഇപ്പുറത്തേക്ക് പോയി അടുത്ത പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി, ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടി, പോയിന്റ് ഇതാ ഇവിടെ എത്തി. മനസ്സിലായോ? അങ്ങനെയാണ് നമുക്ക് പോയിന്റ് മാറി മാറി കിട്ടുന്നത്. അപ്പൊ ഗുണിച്ചാല് പോയിന്റ് വലത്തോട്ട് ഇങ്ങനെ നീങ്ങി 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 പോവുകയാണ് ചെയ്യാം. അപ്പൊ നമുക്ക് ഈ 0.3 എന്നുള്ളതിന്റെ പോയിന്റിനെ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇതാ ഇവിടേക്ക് കൊണ്ടുവരണം. അതിന് എത്ര സ്ഥാനം നീങ്ങാനുണ്ട്? പോയിന്റിന് ഒരൊറ്റ സ്ഥാനം വലത്തോട്ട് നീങ്ങിയാൽ മതി. അപ്പൊ അതുകൊണ്ട് അതിന് നമ്മൾ എന്ത് ചെയ്യണം? 10 കൊണ്ട് ഗുണിച്ചാൽ മതി അല്ലെ? ഇവിടെ ആകെ ഒരൊറ്റ സ്ഥാനമേ അവിടെ നീക്കാനായിട്ടുള്ളൂ. അപ്പൊ 10 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പൊ നമ്മള് ഗുണിക്കുമ്പോ താഴെ മാത്രം ഗുണിച്ചാൽ മതിയോ? പോരാ, മുകളിലും ഗുണിക്കണം. അപ്പൊ എന്തായത്? ഇവിടെയും ഒരൊറ്റ സ്ഥാനം ഇങ്ങോട്ട് ചാടി, ഇവിടെയും ഒറ്റ സ്ഥാനം ഇങ്ങോട്ട് ചാടി. അപ്പൊ എന്തായത്? 15 ഡിവൈഡഡ് ബൈ 3 എന്നായി. 15 ഡിവൈഡ് ബൈ 3 എത്രയാ? 5. മനസ്സിലായോ? എങ്ങനെയാണ് നമ്മൾ ഹരിക്കുന്നതിന് ചെയ്യുന്നത്? സംഖ്യകളുടെ പോയിന്റിനെ എങ്ങോട്ട് നീക്കണം? വലത്തോട്ട് നീക്കണം. ഇനിയിപ്പോ സെയിം സാധനം തന്നെ 2 പോയിന്റ് ഉണ്ടായിരുന്നെങ്കിലോ? അതൊന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. ഈ ഡെസിമൽസ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഡെസിമൽസിന്റെ ഡിവിഷൻ ആയാലും എന്തുതന്നെ ആയാലും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അത് നല്ലപോലെ മനസ്സിലാക്കുക. ഇനിയിപ്പോ ഇത് ഇങ്ങനെയായിരുന്നു എന്ന് വിചാരിക്കുക. 1.5 ഡിവൈഡഡ് ബൈ 0.03. വെറും 3 അല്ല, 0.03. അപ്പൊ ഇവിടെ എത്ര ഉത്തരം വരിക? ഇവിടെ എങ്ങനെയാ ഉത്തരം വരുന്നത്? ഒന്ന് വേഗം നോക്കിയേ എല്ലാവരും. വേഗം പറഞ്ഞേ. ഇപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കണു. കുറച്ചു പേർക്ക് മനസ്സിലായിണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് ഇപ്പൊ ക്ലിയർ ആയി എന്ന് വിചാരിക്കണു. അപ്പൊ വേഗം പറഞ്ഞോളൂ. ആരാദ്യം പറയണേ നോക്കട്ടെ. അപ്പൊ നേരത്തെ പറഞ്ഞ ആൾ ഇതുവരെ പേരിട്ടില്ലല്ലോ. സുനിത സി കെ, എന്തായിരുന്നു പേര്? അഭിനന്ദ്. ഓക്കെ, അഭിനന്ദ് ആണ് നേരത്തെ ഉത്തരം ഫസ്റ്റ് പറഞ്ഞത്. ഇനി ഇപ്പൊ ആരാ പറയാൻ നോക്കട്ടെ. ഓക്കെ,
അപ്പോ രാധുൽ പറഞ്ഞ ഉത്തരം ആണ് ശരി. നിങ്ങളൊക്കെ എങ്ങനെയാ 1 വരുന്നേ? രാധുൽ പറഞ്ഞതാണ് കറക്റ്റ് ഉത്തരം. പിന്നെ ആരാ പറഞ്ഞേക്കണേ? അനീഷ് കെ, സൂര്യൻ എന്ന് പറയുന്നത് ആരാണ്? പിന്നെ ഷെറിൻ പീറ്റർ, അങ്ങനെ കുറച്ച് പേരൊക്കെ ആൻസേഴ്സ് പറയുന്നുണ്ട്. അപ്പൊ വീണ്ടും കുറെ പേര് 1 എന്ന് ആൻസർ പറയുന്നുണ്ട്. പിന്നെ ആദിദേവ് കറക്റ്റ് ആൻസർ പറഞ്ഞു. ഓക്കെ. പിന്നെ 0.5 എങ്ങനെയാണ് 0.5 വരുന്നത്? എത്ര കൊണ്ട് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യണം? എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 100 കൊണ്ട് അല്ലേ? അപ്പൊ 1.5 ഡിവൈഡഡ് ബൈ 0.03 ആണ് അല്ലേ? 0.03 ആണ്. അപ്പൊ താഴെ ഡിനോമിനേറ്ററിൽ 2 സംഖ്യ ഉണ്ട് പോയിന്റ് കഴിഞ്ഞിട്ട്. ഹൺഡ്രഡ്സ് ആണ് അവിടെ കിടക്കുന്നത്. 100th പ്ലേസിലുള്ള ദശാംശമാണ് അവിടെ കിടക്കുന്നത് അല്ലെ? പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യ വരുന്നുണ്ട് അവിടെ. അപ്പൊ ആ 2 സംഖ്യയെ അവിടെ നിന്ന് മാറ്റണമെങ്കിൽ, ആ 2 സംഖ്യയുടെ അപ്പുറത്തേക്ക് പോയിന്റിനെ കൊണ്ടുപോകണമെങ്കിൽ അവിടെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? 100 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ താഴെ മാത്രം ചെയ്താൽ പോരാ, മുകളിലും ചെയ്യണം. അത് തന്നെ മുകളിലും ചെയ്യണം. അപ്പൊ താഴെ ചെയ്യുമ്പോ ദാ ഈ പോയിന്റ് ഇവിടുന്ന് ആദ്യം ഇങ്ങോട്ട് ചാടി, അത് കഴിഞ്ഞിട്ട് ദാ ഇവിടേക്ക് ഇങ്ങോട്ട് ചാടി. അപ്പൊ എന്തായി? വെറും എന്തായി? 3 ആയി അല്ലെ? അപ്പൊ നിങ്ങൾക്ക് വെറുതെ 3 എന്ന് എഴുതിയാൽ മതി. പിന്നെ 0.3 എന്ന് എഴുതണ്ട. 0.3 വെറുതെ 3 ഒക്കെ സെയിം തന്നെയല്ലേ? അപ്പൊ വെറുതെ എന്തായാലും അവസാനം ഡിനോമിനേറ്റർ 3 ആയി. ഇവിടെ പെണ്ണ് ഇവിടെ ഡിനോമിനേറ്റർ 3 ആയി. പിന്നെ നമ്മുടെ ന്യൂമറേറ്ററിന് എന്ത് സംഭവിച്ചേ? 1.5 ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഒരൊറ്റ സംഖ്യ ഉണ്ടായിരുന്നുള്ളൂ അല്ലെ? പക്ഷെ നമ്മള് എന്ത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഗുണിക്കുന്നത്? ഡിനോമിനേറ്ററിൽ എത്ര സംഖ്യയുണ്ട് എന്നുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ഗുണിക്കേണ്ടത്. ന്യൂമറേറ്ററിൽ ഒരു സംഖ്യ ഉണ്ടാവുള്ളായിരിക്കും പോയിന്റ് കഴിഞ്ഞിട്ട് എന്ന് വിചാരിച്ച് ന്യൂമറേറ്ററിനെ 10 കൊണ്ടും ഡിനോമിനേറ്ററിനെ 100 കൊണ്ടും ഗുണിക്കാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടാകാം. ഡിനോമിനേറ്ററിൽ 2 സംഖ്യ ഉണ്ടെന്നാൽ അതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ന്യൂമറേറ്ററിൽ ഒറ്റ സംഖ്യ ഉള്ളൂ പോയിന്റ് ഉണ്ടെന്നാൽ അതിനെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. തെറ്റാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഡിനോമിനേറ്റർ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെ എത്ര പോയിന്റ് ഉണ്ട് എന്നുള്ളത് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ഏത് സംഖ്യ കൊണ്ട് ഗുണിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത്. അപ്പൊ നമ്മൾ ഡിവൈസറിനെ അല്ലെങ്കിൽ ഡിനോമിനേറ്ററിനെ ഒരു സംഖ്യ കൊണ്ട്, ഇപ്പൊ 100 കൊണ്ടാണ് ഗുണിക്കുന്നതെങ്കിൽ അതേ സംഖ്യ കൊണ്ട് തന്നെ ന്യൂമറേറ്ററിനെയും ഗുണിക്കണം. അപ്പൊ ന്യൂമറേറ്ററിൽ ഈ ഒരു പോയിന്റ് അല്ലേ ഉള്ളൂ. അപ്പൊ അതെങ്ങനെ ശരിയാവും? നിങ്ങൾ ആലോചിക്കേണ്ട. എത്രയാണോ ഗുണിച്ച് കിട്ടുന്നത് അത് വെച്ചിട്ട് അങ്ങോട്ട് ആൻസർ ചെയ്താൽ മതി. അപ്പൊ നോക്കി, ഇവിടെ ഒരൊറ്റ സംഖ്യ ഉള്ളൂ. നമുക്ക് 2 പോയിന്റ് ഉണ്ട് അല്ലെ? അപ്പൊ ആദ്യം ഇത് ഇങ്ങോട്ടേക്ക് ചാടി. എന്നാലും തീർന്നില്ല, ഒരു പ്രാവശ്യം കൂടി ചാടാനുള്ള പോയിന്റ് കിടക്കുന്നുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ആദ്യം അങ്ങോട്ട് ചാടിയപ്പോ 15 വന്നു. പിന്നെ ചാടാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് അവിടെ എന്ത് ഇടണം? 0 ഇടണം. മനസ്സിലായോ? 0 ഇട്ട് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഇപ്പുറത്തേക്ക് വീണ്ടും ചാടാം. അപ്പൊ 150 എന്ന് കിട്ടി. 150 ഡിവൈഡഡ് ബൈ 3 എത്രയാണ്? 50. ഉത്തരം 50. ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയോ? അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. അപ്പൊ ഇപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് തോന്നുന്നു. ഇനി ക്ലിയർ ആവാത്ത ആൾക്കാര് എന്ത് ചെയ്യണം? വീഡിയോസ് വരുമ്പോ കാണണം. നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകേണ്ടതുണ്ട്. ഇംഗ്ലീഷ് നോട്ടൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ ഇവിടെ സ്ഥലം ഏതായതുകൊണ്ട് ഇവിടെ ഓൾറെഡി എഴുതിയത് കൊണ്ട് അപ്പുറത്തേക്ക് പോയിന്നുള്ളൂ. ഇംഗ്ലീഷ് നോട്ടൊക്കെ ഉണ്ട് കേട്ടോ. 2 നോട്ടും ഉണ്ട്. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് ഡിവിഷൻ ചെയ്യുന്നത്. അപ്പൊ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് വർക്ക്ഷീറ്റ് പോലെ ആഡ് ചെയ്തിട്ട് ഇടാട്ടോ. ഓക്കെ. അപ്പൊ കുറെ പേർക്കൊക്കെ വയ്യാന്നൊക്കെ പറയുന്നുണ്ട്. എല്ലാവരും റെസ്റ്റ് ഒക്കെ എടുക്കുക കേട്ടോ. ഓക്കെ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഡിവിഷൻ കഴിഞ്ഞത്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്താ ഡിനോമിനേറ്ററിനെയാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്. മൾട്ടിപ്ലിക്കേഷൻ ചെയ്തപ്പോൾ നമുക്ക് അങ്ങനെ എവിടെയാണെന്നുള്ളത് നോക്കേണ്ടിയിരുന്നില്ല. നമുക്ക് ജസ്റ്റ് അവിടെ ഒരു ഡെസിമലേ ഇല്ല എന്നുള്ള രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ എവിടെയാണ് ഡെസിമൽ ഇടേണ്ടത് എന്ന് തീരുമാനിച്ചാൽ മതിയായിരുന്നു. ഡിവിഷൻ ചെയ്യുമ്പോൾ ഡെസിമല് ആരുടെ ഡെസിമൽ ആണ് നോക്കേണ്ടത്? ഡിനോമിനേറ്ററിന്റെ അല്ലെങ്കിൽ ഡിവൈസറിന്റെ ആണ് നോക്കേണ്ടത്. അതിന് അനുസരിച്ച് നമ്മൾ ഏത് സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് തീരുമാനിക്കണം. പോയിന്റ് കഴിഞ്ഞിട്ട് 3 സംഖ്യ ഉണ്ടായിരുന്നു ഡിനോമിനേറ്ററിലെങ്കിൽ നമ്മൾ ഉറപ്പായും 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ. അതാണ് നമ്മുടെ ഡിവിഷൻ ഓഫ് ഡെസിമൽ നമ്പേഴ്സ്. അപ്പൊ നമ്മൾ എന്ത് കഴിഞ്ഞു? അഡീഷൻ കഴിഞ്ഞു, സബ്സ്ട്രാക്ഷൻ കഴിഞ്ഞു, മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞു, ഡിവിഷൻ കഴിഞ്ഞു. 4 ഓപ്പറേഷനും ഡെസിമൽ നമ്പേഴ്സിന്റെ പഠിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് പോകാൻ പോകുന്നത് കമ്പാരിസൺ ആണ്. കമ്പാരിസൺ അല്ല, കൺവേർഷൻ ഓഫ് സിമ്പിൾ ഫ്രാക്ഷൻ ഇൻടു ഡെസിമൽ നമ്പർ. ഒരു സാധാരണ ഫ്രാക്ഷനെ
എങ്ങനെ നമുക്ക് ഡെസിമൽ നമ്പറിലേക്ക് മാറ്റാം എന്നുള്ളതാണ് ഇപ്പൊ ഇനി നമ്മൾ പഠിക്കാൻ പോണത്. കൺവേർഷൻ ഓഫ് സിമ്പിൾ ഫ്രാക്ഷൻ ഇൻടു ഡെസിമൽ നമ്പർ. ഓക്കെ, ഒരു സാധാരണ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രാക്ഷനെ ഞാൻ എക്സാമ്പിൾസ് എടുക്കാം. എക്സാമ്പിൾസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് അത് ഫോണ്ട് വർക്ക് ആയില്ല. ജസ്റ്റ് എക്സാമ്പിൾ എടുക്കട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നത്? ഒരു സിമ്പിൾ ഫ്രാക്ഷൻ, അതായത് ഇപ്പൊ നമുക്ക് 2/3 3/4 വരുന്ന എന്തെങ്കിലും ഒരു സിമ്പിൾ ഫ്രാക്ഷൻ, അതിനെ ഡെസിമൽ ആയിട്ട് എങ്ങനെ എഴുതാം, അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോണത്. കൺവേർഷൻ ഓഫ് സിമ്പിൾ ഫ്രാക്ഷൻ ഇൻടു ഡെസിമൽ നമ്പർ. പക്ഷെ ഇവിടെ അങ്ങനെ ഡെസിമൽ ആക്കിയിട്ട് എഴുതാനായിട്ട് നമുക്ക് കുറച്ച് സ്റ്റെപ്പുകളൊക്കെ ഫോളോ ചെയ്യാനുണ്ട്. അപ്പൊ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. നമ്മൾ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണല്ലോ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടാവും. ന്യൂമറേറ്ററിനെ ഡിനോമിനേറ്റർ കൊണ്ട് ഡിവൈഡ് ചെയ്തതിലാണല്ലോ നമ്മുടെ ഫ്രാക്ഷൻ ആയിട്ട് നമ്മൾ എഴുതുന്ന പരിപാടി. അത് കഴിഞ്ഞിട്ട് ഡിവൈഡന്റിന്റെയും കോഷ്യന്റിലും നമ്മൾ ഒരു പോയിന്റ് ഇടണം, ഡെസിമൽ പോയിന്റ് ഇടണം. എവിടെ? ഡിവിഡന്റിലും കോഷ്യന്റിലും. ഏത് സംഖ്യയാണോ ഡിവൈഡ് ചെയ്യുന്നത് അതിലും കോഷ്യന്റിലും നമ്മൾ എന്തിടണം? ഒരു ഡെസിമൽ പോയിന്റ് ഇടണം. ഓക്കെ, അപ്പൊ എക്സാമ്പിൾ നോക്കട്ടെ ഞാൻ. ഇടണം. അത് കഴിഞ്ഞ് മൂന്നാമത്തെ സ്റ്റെപ്പില് ഡെസിമൽ പോയിന്റിന്റെ വലതുഭാഗത്ത് നമ്മൾ ഒരു 0 ഇടണം. ഓക്കെ, ഡെസിമൽ പോയിന്റിന്റെ വലതുഭാഗത്ത് ഡെസിമൽ പോയിന്റ് ഇട്ടല്ലോ നമ്മളെവിടെ? ഡിവൈഡന്റിലും കോഷ്യന്റിലും. കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ ഭാഗഫലം, ഡിവൈഡ് എന്ന് പറഞ്ഞാൽ ഭാഗം ചെയ്യപ്പെടുന്ന സംഖ്യ. ഇതിന്റെ രണ്ടിന്റെയും നമ്മളൊരു ഡെസിമൽ പോയിന്റ് ഇടണം. ഈ ഡെസിമൽ പോയിന്റ് ഇട്ടതിന്റെ വലതുഭാഗത്ത് 0 ഇടണം. ഓക്കെ, എന്നിട്ട് വീണ്ടും ഇതിനെ ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ റിമൈൻഡർ 0 വരുന്നത് വരെ ഈ പരിപാടി ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. അതാണ് കൺവേർഷൻ ഓഫ് സിമ്പിൾ ഫ്രാക്ഷൻ ഇൻടു ഡെസിമൽ നമ്പർ. ഞാനൊരു എക്സാമ്പിൾ പറയാം, എന്നാലാണ് നിങ്ങൾക്ക് ഇത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. ഓക്കെ, ഇപ്പൊ ഇത് സ്റ്റെപ്സ് കണ്ടു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവണമെന്നില്ല. നോക്കി നോക്കോളൂ. ഞാൻ അവിടെ ചെയ്യാൻ പോകുന്ന ഒരു സിമ്പിൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 11 ഡിവൈഡഡ് ബൈ 16 ആണ്. അപ്പൊ നമുക്കറിയാം അല്ലെ, ഈ 11 ഡിവൈഡഡ് ബൈ 16 ചെയ്ത് കഴിഞ്ഞാല് സ്വാഭാവികമായും അവിടെ ഒരു ഡെസിമൽ പോയിന്റ് വരും. നമ്മൾ സാധാരണ രീതിയിൽ ഡിവൈഡ് ചെയ്താൽ ഒരു ഡെസിമൽ പോയിന്റ് വരും. കാരണം 11നെ കറക്റ്റ് ആയിട്ട് 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പൊ വെറുതെ നമ്മൾ 5നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താലോ? 5/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2.5 അല്ലേ? അവിടെ ഒരു ഡെസിമൽ പോയിന്റ് വന്നില്ലേ? അതുപോലെ കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത സംഖ്യകളൊക്കെ ചെയ്യുമ്പോഴും നമുക്കൊരു എന്ത് വരും? ഈ ഡെസിമൽ പോയിന്റ് അവിടെ വരും. പക്ഷെ ഇവിടെ നമ്മൾ എങ്ങനെയാ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ 11/16 എന്നൊക്കെ പറഞ്ഞാൽ ന്യൂമറേറ്റർ ആണ് ചെറുത് അല്ലെ? ന്യൂമറേറ്റർ വലുതാണെങ്കിൽ നമുക്ക് ഒരു വിധമൊക്കെ ചെയ്യാൻ പറ്റും. കാരണം ആദ്യം തന്നെ നമുക്ക് ഒരു പോയിന്റ് ഒന്നല്ല കിട്ടുന്നത്. ഇപ്പൊ നമ്മൾ 5നെ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ 5, 2, 2, 2 4 ഇങ്ങനെ ചെയ്ത് തുടങ്ങിയതിന് ശേഷം നമുക്ക് പോയിന്റ് ഇട്ടാൽ മതി. പക്ഷെ ന്യൂമറേറ്റർ ആണ് ചെറുതെങ്കിൽ തുടക്കത്തിൽ തന്നെ നമുക്ക് പോയിന്റ് ഇട്ടിട്ടാണ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ വേറൊരു രീതിയിലൊക്കെ കാണിക്കുന്നത്. സംഭവം ഇത്രേ ഉള്ളൂ, 11നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്, അത്രേ ഉള്ളൂ. സാധാരണ രീതിയിലുള്ള ഡിവിഷൻ തന്നെയാണ് ചെയ്യുന്നത്. എന്താണ് വ്യത്യാസം? നമുക്കിവിടെ ഡെസിമൽ പോയിന്റ്സ് ഇട്ടിട്ട് കുറെ പൂജ്യമൊക്കെ ഇട്ടിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പൊ ശ്രദ്ധിച്ച് നോക്കിക്കോളൂ. 11 ഡിവൈഡഡ് ബൈ 16. 11 എഴുതി. ഇതാ നമ്മുടെ സാധാരണ ഡിവിഷൻ 16. ഇനി എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ടത്? ഡിവൈഡ് ദ ന്യൂമറേറ്റർ ബൈ ദ ഡിനോമിനേറ്റർ ടിൽ എ നോൺ സീറോ റിമൈൻഡർ ഈസ് ഒബ്റ്റെയിൻഡ്. നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് നോൺ സീറോ റിമൈൻഡർ, പൂജ്യമല്ലാത്ത ഒരു ശേഷം അല്ലെങ്കിൽ ശിഷ്ടം വരുന്നത് വരെ ഇതിനെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ നോക്കിയേ, 11ൽ എത്ര 16 ഉണ്ടെന്ന് ചോദിച്ചാ പ്രശ്നമായില്ലേ? ഇല്ലേ? 11ൽ എത്ര 16 ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോ ആദ്യം തന്നെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ പോയിന്റ് ഇടുക എന്നുള്ളതാണ്, 0 പോയിന്റ്. അപ്പൊ നമ്മൾ ഇവിടെ ഒരു പോയിന്റ് ഇട്ടാൽ അപ്പൊ തന്നെ ഇവിടെയും ഒരു പോയിന്റ് ഇടണം കേട്ടോ. ഇവിടെ നമ്മളൊരു പോയിന്റ് ഇടുകയാണ്. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞ സ്റ്റെപ്പ്. ഡെസിമൽ പോയിന്റ് ഇൻ ദ ഡിവൈഡന്റ്. ഡിവൈഡന്റ് എന്ന് പറഞ്ഞാൽ 11, ഡിവിഡന്റ്
ആൻഡ് ദ കോഷ്യന്റ്. കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ മുകളിൽ എഴുതുന്ന ആള്. അപ്പൊ ഇവിടെ 11ല് 16നെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് അവിടെ ഒരു കറക്റ്റ് ഹോൾ നമ്പർ വരില്ല. ഫസ്റ്റ് അതിനൊരു ഡെസിമൽ നമ്പർ ആണ് വരുന്നത്. അപ്പൊ തന്നെ ഫസ്റ്റ് ഒരു പോയിന്റ് ഇവിടെ ഇട്ടു. അപ്പൊ തന്നെ അത് താഴെ ഇടണം. എവിടൊക്കെ ഇടണം? കോഷ്യന്റിൽ ഇടണം, ഡിവിഡന്റിൽ ഇടണം. ഇനി നോക്കൂ, പോയിന്റ് ഇട്ട സ്ഥിതിക്ക് നമുക്ക് ഇവിടെ ദാ ഒരു 0 ഇടാം. ഓക്കെ, പോയിന്റ് ഇട്ടിട്ട് നമുക്ക് അവിടെ എന്തിടാം? ഒരു 0 ഇടാം. ഇനി നമ്മൾ നോക്കേണ്ടത് 110, അവിടെ ഒരു പോയിന്റ് ഇല്ല എന്ന് വിചാരിക്കും നിങ്ങളെ. അവിടെ ഒരു പോയിന്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ മൊത്തത്തിൽ ഈ 110ല് എത്ര 16 ഉണ്ടെന്ന് നോക്കി നോക്കിയേ. 110ല് 110നെയാണ് ഇനി 16 കൊണ്ട് ചെയ്യേണ്ടത്. കാരണം 11ന് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് 110ല് എത്ര 16 ഉണ്ട് എന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. 110ല് അപ്പൊ ഞാൻ നോക്കുമ്പോ 6 ഗുണിക്കണം 16 ചെയ്താൽ 96 എന്നാണ് കിട്ടുന്നത്. അപ്പൊ നോക്കൂ, ഇനി എന്തിലാ നോക്കണ്ടേ? ഈ 110ല് മൊത്തത്തിലായിട്ടാണ് നോക്കേണ്ടത്. അവിടെ പോയിന്റ് ഉണ്ട്, പക്ഷെ ആ പോയിന്റിനെ അവിടെ കൺസിഡർ ചെയ്യണ്ട. ഡയറക്റ്റ് ആയിട്ട് 110ൽ എത്ര ഉണ്ടെന്ന് നിങ്ങൾ നോക്കി നോക്കുക. എത്ര തവണ വരുന്നുണ്ട്? 6 തവണ വരുന്നുണ്ട്. 6 16 ആണ് എന്ത്? 96. അപ്പൊ ഈ 96 നമ്മൾ എഴുതുമ്പോ എവിടെ എഴുതണം? 110 ആയിട്ടല്ലേ നമ്മൾ കൺസിഡർ ചെയ്തത് അതിനെ. അപ്പൊ ദാ ഇവിടെ തന്നെ എഴുതണം. അപ്പുറത്ത് 11ന്റെ താഴെ കൊണ്ട് എഴുതിയിരിക്കരുത്. എവിടെയാ? ഒരു 1ന്റെയും ഒരു 0ന്റെയും താഴെ വേണം ഈ 96നെ കൊണ്ടുവന്ന് എഴുതാൻ. ഓക്കെ, ഇനി നമുക്കിതിനെ എന്ത് ചെയ്യാം? സബ്സ്ട്രാക്ട് ചെയ്യാം അല്ലെ. എത്ര വരുന്നത്? 110ൽ നിന്ന് 96 പോയാൽ ബാക്കി 14 ആണ് വരുന്നത്. സാധാരണ ഡിവിഷൻ അല്ലെ. ബാക്കി 14 ആണ് വരുന്നത്. 10 4 വന്നാൽ 100 ആയി. 14 വരുന്നത്. ഇനി ഈ 14ല് 16 പോവോ? 14ല് നമുക്ക് 16നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യണം? 14ല് 16നെ നമുക്ക് ഡിവൈഡ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? വീണ്ടും ഇവിടെ ഒരു പോയിന്റ് 0 ഇടണം. എന്നിട്ട് ആ 0നെ ഇങ്ങോട്ട് ഇറക്കിയിടണം. അപ്പൊ നിങ്ങൾ ആലോചിക്കും മുകളിൽ വീണ്ടും പോയിന്റ് ഇടണോ? വേണ്ട, ഒറ്റൊരു പോയിന്റ് ഇട്ടാൽ മതി. പിന്നെ നമ്മൾ ഡിവിഡന്റിൽ പൂജ്യങ്ങൾ ഇട്ട് പോണതിനനുസരിച്ച് വീണ്ടും മുകളിൽ പോയിന്റ് ഇടാൻ പാടില്ല കേട്ടോ. 0.6 0. ഇങ്ങനെ ഒരു സംഖ്യ ഇല്ല. ഒറ്റ പോയിന്റ് വരുള്ളൂ. പിന്നെ കുറെ സംഖ്യകളാ വരിക. ഓക്കെ, അപ്പൊ ഇവിടെ ഒരൊറ്റ തവണ പോയിന്റ് ഇട്ടാൽ മതി. പൂജ്യങ്ങൾ ഇങ്ങനെ കൂടുതൽ ഇട്ട് പോണം. അപ്പൊ 140 ആയി. ഇനി 140ൽ എത്ര 16 ഉണ്ട്? 140ല് എത്ര തവണ 16 പോകും എന്നാണ് നോക്കേണ്ടത്. എത്രയാണ്? 140ല് 140 ഡിവൈഡഡ് ബൈ 16 എത്ര വരും പോകും? 8 വട്ടം പോകും. നോക്കി നിങ്ങള്. 16 × 8 ആണ് 128 എന്ന് കിട്ടും. നമുക്കിപ്പോ നോക്കി ഞാൻ ഇവിടെ 8 എഴുതി. 16 × 8 128. വീണ്ടും കുറച്ചോളോ. വീണ്ടും കുറച്ചാൽ എത്ര വരുന്നത്? 12 എന്ന് വരും അല്ലെ. 12 എന്നാ വരുന്നേ. വീണ്ടും പ്രശ്നമായില്ലേ? 12ല് പോവോ? ഇല്ല. വീണ്ടും 0 ഇട്ടു. ആ 0 ഇങ്ങോട്ട് ഇറക്കിയിട്ടു. 120. 120ല് എത്ര തവണ പോകും? 7 തവണ. 7 × 16 എന്ന് പറയുന്നതാണ് 112. ഓക്കെ, എത്ര വട്ടം പോവും? ഇവിടെ കുറച്ചു 8 വന്നു. അടുത്ത വീണ്ടും 0. 8ല് പോവോ? ഇല്ല. 0 റിമൈൻഡർ വരുന്നത് വരെ ഇത് ചെയ്തുകൊണ്ടിരിക്കണം. റിമൈൻഡർ 0 കിട്ടുന്നത് വരെ, ശിഷ്ടം 0 കിട്ടുന്നത് വരെ ഇത് ചെയ്തുകൊണ്ടേയിരിക്കണം. 80ല് നമുക്ക് കറക്റ്റ് ആയിട്ട് പോകും. 5 × 16 ആണ് 80. ദാ 0 കിട്ടി. നിങ്ങളിത് പെട്ടെന്ന് കാണുമ്പോ അയ്യോ ഇത് എന്ത് വലിയ സംഭവമാണെന്ന് തോന്നും. സംഭവം വലുത് തന്നെയാണ്. പക്ഷെ അത്രയ്ക്ക് കഷ്ടപ്പെട്ട് മനസ്സിലാക്കേണ്ട കാര്യമില്ല. നമുക്ക് എന്താണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്? 11/16 എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഫ്രാക്ഷനെ ഞാൻ ഡെസിമൽ ആയിട്ട് എഴുതി. എങ്ങനെ ഡെസിമൽ ആയിട്ട് എഴുതി? ഇപ്പൊ 11/16 ഈക്വൽസ് ടു എത്രയാണ്? 11/16 എന്ന് പറയുന്നത് എത്രയാണ്? 0.6875 ആണ്. അതാണ് ഉത്തരം. മനസ്സിലായോ? 11/16 എന്ന് പറയുന്ന ഡെസിമലിനെ എനിക്ക് 0.6875 എന്ന് പറയുന്ന ഒരു ഡെസിമൽ ആക്കി എഴുതാനായിട്ട് പറ്റും. അങ്ങനെ ഡെസിമൽ ആക്കി എഴുതുകയാണ് ഞാനിപ്പോ ചെയ്തത്. 11/16 എന്ന് പറയുന്ന സിമ്പിൾ ഫ്രാക്ഷനെ ഡെസിമൽ ആക്കി കൺവേർട്ട് ചെയ്തു. എങ്ങനെയാണ് കൺവേർട്ട് ചെയ്തത്?
11നെ 16 കൊണ്ട് ഹരിച്ചു. പക്ഷെ 11നെ 16 കൊണ്ട് ഹരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്ട്ലി ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് ഒന്നുകൂടെ പറയാം. ഡയറക്ട്ലി ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം 11 പറയുന്ന സംഖ്യ 16നേക്കാൾ ചെറുതാണ്. അല്ലെ? നമുക്ക് 16 ഡിവൈഡ് ബൈ 11 ആയിരുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഡിവൈഡ് ചെയ്ത് തുടങ്ങായിരുന്നു. കാരണം ന്യൂമറേറ്റർ വലുതാണെങ്കിൽ അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷെ ന്യൂമറേറ്റർ ഡിനോമിനേറ്ററിനേക്കാൾ ചെറുതാണെങ്കിലാണ് നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. അപ്പോ 11നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ എന്ത് ചെയ്യണം? അവിടെ കോഷ്യന്റിൽ, കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ എഴുതുക? മുകളിൽ എഴുതുന്ന സാധനം, ഭാഗഫലം മുകളിൽ എഴുതുക. അതാണല്ലോ നമ്മുടെ ഉത്തരം. ആ മുകളിൽ എഴുതുന്ന സംഭവത്തിൽ ഫസ്റ്റ് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പോയിന്റ് ഇടണം. 0 പോയിന്റ് അവിടെ ആദ്യം തന്നെ ഇടണം. 0 പോയിന്റ് അവിടെ ഇടുമ്പോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ ഈ പോയിന്റ് ഇവിടെ ഈ പോയിന്റ് അത് ഇടണമെന്നില്ല. കാരണം നമ്മൾ അവിടെ 110 കൺസിഡർ ചെയ്യുന്നേ. എന്നാലും ആ പോയിന്റ് അവിടെ ഇടുന്നത് 110, 11,000 അങ്ങനെ പോവാന്നില്ല. ഇവിടെ പോയിന്റ് 0 ആണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ പോയിന്റ് ഇടുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ? ഫസ്റ്റ് ഇത് കാണുമ്പോ ഇതിൽ ഡയറക്റ്റ് ആയിട്ട് പോവില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെയും പോയിന്റ് ഇട്ടു, മുകളിലും ഒരു പോയിന്റ് ഇട്ടു, എന്നിട്ട് ഇവിടെ ഒരു 0 ഇട്ടു. ഇവിടെ കോഷ്യന്റ് നമ്മുടെ ഡിവിഡന്റിന്റെ കൂടെ ഒരു 0 ഇട്ടു. പിന്നെ നമ്മൾ 11-ലല്ല 16-നെ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. ഈ മൊത്തത്തിൽ ഈ 110-ലാണ് 16-നെ ഡിവൈഡ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എന്ത് കിട്ടി? 6 ഗുണിക്കണം 16 ആണ് 96 എന്ന് കിട്ടി. ആ 96 നമ്മൾ 110-ന്ന് കുറച്ചപ്പോ 14 എന്ന് കിട്ടി. നമ്മൾ സാധാരണ ഡിവിഷൻ എന്താ? ഇവിടെ എന്താണോ കിട്ടുന്നത് അതിന് വീണ്ടും ഈ 16 ഇവിടെ പോകും, അല്ലെങ്കിൽ ഇവിടെ കിടക്കുന്ന ആൾ ഇവിടെ വീണ്ടും ഡിവൈഡ് ചെയ്യുമോ എന്ന് നോക്കും. വീണ്ടും പോണില്ല. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ അടുത്ത 0 ഇടണം. എന്നിട്ട് ആ 0-ന് ഇവിടെ ഇറക്കിട്ടു. 140-ല് പോവോ നോക്കി. 140-ൽ എത്ര? 8 തവണയാണ് വരുന്നത്. 128 എന്ന് കിട്ടി. അതിനെ വീണ്ടും കുറച്ച് എഴുതിയപ്പോ 12 എന്ന് കിട്ടി. 12-ല് പോകുവോ? പോവില്ല. വീണ്ടും അടുത്ത 0 ഇട്ടിട്ട് അതിനെ ഇറക്കിയിടണം. മനസ്സിലായോ? അപ്പൊ അതിന് എന്നിട്ട് 120-ല് പോവാൻ നോക്കി. അപ്പൊ 7 തവണ 16, 120-ല് പോയി 112 വന്നു. വീണ്ടും കുറച്ചു 8-ല് പോവോ? ഇല്ല. അപ്പൊ അടുത്ത 0 കൂടി ഇറക്കിയിട്ടു. വീണ്ടും ഒരു 0 ഇട്ടിട്ട് അതിനെ താഴത്തേക്ക് ഇറക്കിയിട്ടു. 80 വന്നു. 80-ല് കറക്റ്റ് ആയിട്ട് 16-നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. 5 ഗുണിക്കണം 16 ആണ് 80. 16 × 5 എന്ന് പറയുന്നതാണ് കറക്റ്റ് 80 നമുക്ക് ഉത്തരം കിട്ടും. അപ്പൊ 5 ഗുണിക്കണം 16 80 എന്ന് കിട്ടി. 80 - 80 0. അപ്പൊ ഇവിടെ ഈ 0 വരുന്നത് വരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് പോണം. അപ്പൊ കറക്റ്റ് 11/16 എന്ന് പറയുന്നത് 0.6875. അതാണ് ഉത്തരം. ഓക്കെ, സിമ്പിൾ അല്ല എനിക്കറിയാം. പക്ഷെ നിങ്ങളൊന്നും മനസ്സിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും. ഒന്ന് കാര്യമായിട്ട് പഠിക്കണം. ഓക്കെ, 0.6875 ആണ് നമ്മുടെ എന്ത്? അപ്പൊ നമ്മൾ 11/16 എന്ന് പറയുന്ന സിമ്പിൾ ഫ്രാക്ഷനെ എന്തിലേക്ക് മാറ്റി? ഒരു ഡെസിമൽ നമ്പറിലേക്ക് മാറ്റി. അപ്പൊ ഇത് നിങ്ങൾ വീഡിയോസ് വരുന്നിട്ട് സൂക്ഷിച്ചിരുന്ന് കാണുക. നമ്മൾ ഇവിടെ വരുത്തുന്ന ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ കോഷ്യന്റിന്റെ അവിടെ പോയിന്റ് ഇടണം. ആ പോയിന്റ് ഇടാൻ നിങ്ങൾ മറന്നാൽ നിങ്ങളുടെ ഉത്തരം എന്ന് പറയുന്നത് 6875 ആയിരിക്കും. അത് തെറ്റാണ്. ആ പോയിന്റ് ഇടാൻ മറന്നു കഴിഞ്ഞാൽ ഉത്തരം തെറ്റി. അതുപോലെ തന്നെ ഡിവിഡന്റിന്റെ കൂടെ ഈ 0-കൾ ഇട്ട് പോകാനായിട്ട് മറക്കരുത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു സിമ്പിൾ ഫ്രാക്ഷനെ എന്താക്കി മാറ്റുന്നത്? ഒരു ഡെസിമൽ നമ്പർ ആക്കി മാറ്റുന്നത്. അപ്പൊ ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? വീഡിയോ വരുമ്പോ ഇരുന്ന് കാണുക. ഓക്കെ, അപ്പൊ ഇതിന്റെ മലയാളമൊക്കെ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാതും ഉണ്ട് ഇവിടെ. അപ്പൊ നമുക്ക് ഇത്രയാണ് ഈ ചാപ്റ്റർ ഉള്ളൂ. നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. പിന്നെ വല്ല എക്സാമ്പിൾസ് ഉണ്ടോ നോക്കട്ടെ. ചാപ്റ്റർ കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്? അപ്പൊ നമുക്കിനി ഒരു കാര്യം കൂടി ഉണ്ട്. അത് ഞാൻ ഇതിന്റെ കൂടെ തന്നെ പെട്ടെന്ന് പറഞ്ഞു പോകാം. വേഗം എന്ന് എല്ലാവരും ശ്രദ്ധിച്ചു. ഞാൻ ഇതൊന്ന് മാറ്റിയാണേ. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സംഭവം, അതായത് നമുക്കിപ്പോ നമ്മൾ എന്താ ചെയ്തേ? സിമ്പിൾ ഫ്രാക്ഷനെ ഡെസിമൽ ആയിട്ട് മാറ്റുക ചെയ്തേ. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? അതായത് ഡെസിമൽ നമ്പറിനെ ഓൾറെഡി ഒരു ഡെസിമൽ നമ്പർ ആയിട്ട് തന്നതിനെ എങ്ങനെയാണ് ഫ്രാക്ഷൻ ആക്കി മാറ്റാന്ന്? ഡെസിമൽ നമ്പറിനെ സിമ്പിൾ ഫ്രാക്ഷൻ ആക്കി മാറ്റി. ഇപ്പൊ ചെയ്തതിന്റെ നേരെ തല തിരിച്ചിട്ടുള്ള പരിപാടി. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്? ഒരു സിമ്പിൾ ഫ്രാക്ഷനെ ഡെസിമൽ നമ്പർ ആക്കി മാറ്റി. ഇനി ഒരു ഡെസിമൽ നമ്പറിനെ എങ്ങനെയാണ് സിമ്പിൾ ഫ്രാക്ഷൻ ആക്കി മാറ്റുക? എങ്ങനെയാ? അത് വളരെ എളുപ്പമാണ്. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പൊ
ഇപ്പൊ 0.25 ഇതൊരു ഡെസിമൽ നമ്പർ അല്ലേ? 0.25 ഇതിനെ എന്താക്കി മാറ്റണം എന്ന് പറഞ്ഞേ? ഒരു ഫ്രാക്ഷൻ ആക്കി എഴുതണം. ഇതിനൊരു ഫ്രാക്ഷൻ ആക്കി എഴുതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. നോക്കിയേ, ഈ 0.25 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശരിക്കും നമുക്ക് ഇതിനെ ഒരു ഡിവൈഡഡ് ബൈ 1 എന്ന് എഴുതിക്കൂടെ? കാരണം അവിടെ 1 ഉള്ളതും ഇല്ലാത്തതും ഒരുപോലെ അല്ലേ? അപ്പൊ വെറുതെ ഒരു സംഖ്യ അവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിനെ 0.25 ഡിവൈഡഡ് ബൈ 1 എന്ന് എഴുതാം. ഏതൊരു സംഖ്യയും ഇപ്പൊ 2 എന്നാണെങ്കിൽ അത് 2/1 ആണ്. 10 അത് 10/1 ആണ്. അതുപോലെ തന്നെ 0.25 ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞാൽ 0.25 തന്നെ. ഏതൊരു സംഖ്യയും 1 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ആ സംഖ്യ തന്നെയല്ലേ കിട്ടുക. 0.25 ഡിവൈഡഡ് ബൈ 1 എന്ന് പറഞ്ഞാലും 0.25 എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്ന് തന്നെയാ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ ചെയ്ത പരിപാടി. ഇപ്പൊ ഡിവിഷൻ ചെയ്തപ്പോ എന്താ ചെയ്തേ? പോയിന്റിനെ കളയാൻ എന്തുകൊണ്ട് ചെയ്തു? 10ന്റെ മൾട്ടിപ്പിൾസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അല്ലെ? 10ന്റെ മൾട്ടിപ്പിൾസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് നമ്മളോട് ചെയ്തത്. ഇവിടെ പോയിന്റ് കളയണം. ഇവിടെ ആർക്കാ പോയിന്റ് ഉള്ളത്? ന്യൂമറേറ്ററിലാണ് പോയിന്റ് ഉള്ളത്. അപ്പൊ ഈ ന്യൂമറേറ്ററിന്റെ ഉള്ളിലത്തെ ആളുടെ പോയിന്റിനെ മാറ്റണം. പോയിന്റിനെ മാറ്റി അതൊരു സാധാരണ സംഖ്യ ആകണമെങ്കിൽ, പോയിന്റ് ഇല്ലാത്ത ഒരു ഹോൾ നമ്പർ ആകണമെങ്കിൽ എത്ര കൊണ്ട് ഗുണിക്കണം? ഇവിടെ 100 കൊണ്ട് അല്ലെ? ഇവിടെ എത്ര സംഖ്യയുണ്ട്? പോയിന്റ് കഴിഞ്ഞിട്ട് 2 സംഖ്യയാണ് പോയിന്റ് കഴിഞ്ഞിട്ട് കിടക്കണേ. അപ്പൊ നമുക്ക് 2 0 വേണം അത് കളയാൻ. അപ്പോ മുകളിൽ മാത്രം ചെയ്താൽ മതിയോ? പോരാ. താഴെ ഒരു 1 കിടക്കണില്ലേ? അയാളെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇവിടെ എന്താ? 25 ആയി. താഴെ എന്തായി? 1 × 100 100. ഓക്കെ. അപ്പൊ നോക്കി, 0.25 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിനെ എന്താക്കി മാറ്റി? സിമ്പിൾ ഫ്രാക്ഷൻ ആക്കി മാറ്റി. മനസ്സിലായോ? 0.25 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിനെ എന്താക്കി മാറ്റി? 25/100 എന്നാക്കി മാറ്റി. ഇനി 25/100നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം അല്ലെ? നിങ്ങൾക്കറിയാം 25/100 എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 1/4 ആണ്. സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ 0.25 എന്ന് പറയുന്നതിനെ 25/100 എന്ന് പറയുന്ന ഫ്രാക്ഷനിലേക്ക് മാറ്റി. 25/100നെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 1/4 കിട്ടും. എന്തുകൊണ്ടാ? 25 ഒരു വട്ടം 100ൽ എത്ര 25 വരുന്നുണ്ട്? 4 വട്ടം 25 വരുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഫ്രാക്ഷനിലേക്ക് വരുമ്പോൾ അതിന് 1/4 എന്ന് മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, ഇത് എളുപ്പല്ലേ? അപ്പൊ നിങ്ങളൊന്ന് നോക്കി നോക്കിയേ. ഇതുപോലെ ഏതൊരു സംഖ്യയും നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അപ്പോ 0.75 ഇതിനെ നമുക്ക് എങ്ങനെയാ ഫ്രാക്ഷൻ ആക്കി മാറ്റാം? ആരാണ് ആദ്യം പറയണത് നോക്കട്ടെ? 0.75ന്റെ ഫ്രാക്ഷൻ ഫോം ഒന്ന് പറഞ്ഞ വേഗം. 0.75 നിങ്ങൾക്ക് മനസ്സിലായതിന്റെ ആണോ ഈ ഇമോജീസ് വരുന്നത്? അതോ കൺഫ്യൂഷൻ ആയിരിക്കുന്നതിന്റെ ആണോ? ഈ ഇമോജീസ് ഒക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ചെയ്യാനിരിക്കുമ്പോ നിങ്ങൾ എങ്ങനെയാ ഇത് ശ്രദ്ധിക്കുന്നത്? എന്തൊക്കെ ഇമോജീസാ? നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് ഞാൻ ചോദിക്കുമ്പോ വന്നാ മതി കേട്ടോ. ഇമോജീസ് ഒക്കെ എന്തൊക്കെ തരം ഇമോജികളായി വരണേ? ഓക്കെ, വേഗം പറഞ്ഞോളൂ. 0.75. ആരാ പറഞ്ഞിരിക്കുന്നേ? രാധുലാണ് പറഞ്ഞിട്ടുള്ളത് ആൻസർ. എങ്ങനെയാ നിങ്ങൾക്ക് 7 വരുന്നത്? എത്ര കൊണ്ടാണ് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? അപ്പൊ നിങ്ങളുടെ ഡിനോമിനേറ്റർ ഇവിടെ 0.75ഉം 75ഉം തുല്യമാവോ? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കേ. 0.75 കുറച്ച് പേരുടെ 75 ആൻസർ ഇട്ടിട്ടുണ്ട്. 0.75ഉം 75ഉം തുല്യമാണോ? നമ്മളിവിടെ തുല്യമായുള്ള സംഖ്യനെയാണ് ഉണ്ടാക്കുന്നത്. തുല്യമായ സംഖ്യ. 75/100 അതാണ് കറക്റ്റ് ആൻസർ. ആരാണ്? നിഷാദ് മോഹൻ. പേരും കൂടി ഇടൂ. 75/100 കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ 75 എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? വെറുതെ 75 എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അതാണ് ഞാൻ നിങ്ങളോട് ഇമ്പോർട്ടന്റ് ആയിട്ട് പറഞ്ഞത്. മുകളിൽ, അതായത് ഒരു ഡിനോമിനേറ്ററിനെ നമ്മൾ അവിടെ കൺസിഡർ ചെയ്തേ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ വെറുതെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അത് എങ്ങനെയാണ് കറക്റ്റ് ആവുക? നമ്മള് ഒരു ഡെസിമൽ നമ്പറിന്റെ അതിന്റെ ഇക്വാലന്റ് ഫ്രാക്ഷനിലേക്കാണ് മാറ്റുന്നത്. അപ്പൊ ഈ ഡെസിമൽ നമ്പറിന്റെ വാല്യൂവും ഈ ഫ്രാക്ഷന്റെ വാല്യൂവും തുല്യമായിരിക്കണം. അല്ലാതെ ഒരു ഡെസിമൽ നമ്പറിനെ എങ്ങനെയെങ്കിലും അതിനെ ഫ്രാക്ഷൻ ആക്കി അല്ലെങ്കിൽ സിമ്പിൾ ഫ്രാക്ഷൻ ആക്കി മാറ്റുകയല്ല ചെയ്യണ്ടേ. അപ്പൊ നിങ്ങൾക്ക് 75 എന്ന് ഉത്തരം കിട്ടി. 75 ഒരു സിമ്പിൾ ഫ്രാക്ഷൻ ആണോ? അത് വെറും ഒരു ഹോൾ നമ്പർ അല്ലേ?
മനസ്സിലായോ? അപ്പൊ നമ്മൾ നേരത്തെ ചെയ്തപ്പോഴും എന്താ സംഭവിച്ചിട്ടുണ്ടായിരുന്നത്? ഇവിടെ നേരത്തെ ചെയ്തപ്പോഴും നമ്മൾ അതിനെ 11നെയും ആ 11 എന്ന് പറയുന്ന ആ സംഖ്യേനെ 11/16 എന്ന് പറയുന്ന സംഖ്യേനെ അതിന്റെ തുല്യമായ ഡെസിമലിലേക്കാണ് മാറ്റിയത്. തുല്യമായ ഡെസിമലിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ 0.75ഉം 75ഉം തുല്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അതെങ്ങനെ തുല്യാവുക? ഒരിക്കലും തുല്യമല്ല. അപ്പൊ നമ്മൾ തുല്യമായതിലേക്ക് മാറ്റുമ്പോൾ ഞാൻ ആദ്യം നിങ്ങളോട് പറഞ്ഞു 0.75 എന്ന് പറഞ്ഞാൽ അത് 0.75 divided by 1 ആണ്. അവിടെ അത് തന്നിട്ടില്ല എങ്കിൽ പോലും നിങ്ങൾ ഏതെങ്കിലും ഒരു സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ താഴെയും ഡിനോമിനേറ്ററിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. വേറെ ഫസ്റ്റ് ന്യൂമറേറ്ററിനെ മാത്രം ചെയ്താൽ ഉത്തരം കിട്ടില്ല. അപ്പൊ ഇവിടെ രണ്ട് സംഖ്യയാണ് പോയിന്റ് കഴിഞ്ഞിട്ട് കിടക്കുന്നത്. 100 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. താഴെയും ചെയ്യണം. 75 divided by 100. ഈ divided by 100 ഇവിടെ ഇല്ല എങ്കിൽ ഉത്തരം തെറ്റി. മനസ്സിലായോ? ഇനി നമുക്ക് 15 വെച്ചിട്ട് അല്ലെങ്കിൽ 25 വെച്ചിട്ട് തന്നെ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്ത് നോക്കി. 25 ഇവിടെ എത്ര തവണ വരുന്നുണ്ട്? 3 തവണ 25 വരുന്നുണ്ട്. ഇതിൽ 4 തവണ വരുന്നുണ്ട്. അപ്പൊ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ 3/4 എന്ന് ഉത്തരം കിട്ടി. അപ്പൊ 0.75 എന്നുള്ളതിനെ സിംപ്ലിഫൈ ചെയ്ത ഫോം ആണ് എന്ത്? 3/4. കിട്ടിയോ എല്ലാവർക്കും? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പൊ ഓൾമോസ്റ്റ് ഈ ചാപ്റ്റർ മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്ന് ചെയ്യാനുള്ളത് എന്താണ്? നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതിനു മുന്നേ സം ഇമ്പോർട്ടന്റ് ഡെസിമൽ കൺവേർഷൻ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇനി വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഡെസിമൽ നമ്പർ കണ്ടിട്ട് ഇതൊക്കെ കുറച്ച് ഫാക്ട്സ് ആണ് കേട്ടോ. അതൊക്കെ ഞാൻ നോട്ടിൽ ഉൾപ്പെടുത്താൻ നോക്കാം. അപ്പൊ നോക്കിയേ, ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരു ആൻസർ തരുമ്പോൾ ഇങ്ങനെ കാണും നിങ്ങൾ ഒരു വര മുകളിൽ. ഈ വരയുടെ അർത്ഥം എന്താ? മുകളിൽ ഇങ്ങനെ ഒരു വര ഇട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ആർക്കെങ്കിലും അറിയാമോ? അങ്ങനെ അർത്ഥം അറിയോ നിങ്ങൾക്ക്? ചിലപ്പോൾ ആൻസറിലൊക്കെ ഇങ്ങനെ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു വര ഉണ്ടാവും മുകളിൽ. ഏതെങ്കിലും ഒരു സംഖ്യയുടെ മുകളിൽ ഒരു വര ഉണ്ടാവും. ആ വരയുടെ അർത്ഥം എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? അറിയാമോ? ആർക്കെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? ആരും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇല്ല, ആരും കണ്ടിട്ടില്ല. അപ്പൊ ഈ വരയുടെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അതായത് 0.111111 ഇങ്ങനെ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണെന്നാണ് ഈ വരയുടെ അർത്ഥം. മനസ്സിലായോ? അപ്പോ 1/9 ഇതൊരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ ആണ്. 1/9നെ നമുക്ക് എന്താക്കി എഴുതാം? ഇങ്ങനെ ഡെസിമൽ ആക്കി കൺവേർട്ട് ചെയ്യാം. ഒരു സിമ്പിൾ ഫ്രാക്ഷൻ ആയ 1/9 നമുക്ക് ഉത്തരം കിട്ടുന്നത് 0.111111 എങ്ങനെയാണ് നമുക്ക് ഉത്തരം കിട്ടുക. അതുപോലെ ചിലപ്പോൾ നിങ്ങൾ കാണും 2 സംഖ്യയുടെയോ 3 സംഖ്യയുടെയോ ഒക്കെ കൂടെ ഇപ്പൊ ഇങ്ങനെയാണ് വരുന്നെങ്കിൽ 0.81ന്റെ മുകളിൽ മൊത്തം 8 എന്നിന്റെ മുകളിലാണ് ഈ സംഖ്യ അല്ലെങ്കിൽ വര വരുന്നതെങ്കിൽ അതിന്റെ അർത്ഥം 0.81818181 ഇങ്ങനെയായിരിക്കും ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അതിനെ റിപ്പീറ്റ് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മുകളിൽ ഒരു വര വരയ്ക്കുന്നത്. അപ്പൊ ഒരൊറ്റ സംഖ്യയുടെ മുകളിലാണ് ആ വര വരുന്നുള്ളൂ എങ്കിൽ ആ ഒരൊറ്റ സംഖ്യയാണ് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. 2 സംഖ്യകളുടെ മുകളിൽ ആ വര വരുന്നുണ്ടെങ്കിൽ ആ 2 സംഖ്യ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. 81818181 അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഈ 0.8181 ഇതെന്ന് പറയുന്നത് എന്താണ്? ഇത് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. 9/11 ചെയ്താലാണ് നമുക്ക് ഇങ്ങനെ 0.818181 അങ്ങനെ ഇങ്ങനെ വലിയൊരു സംഖ്യ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എപ്പോഴും അങ്ങനെ വലിയ സംഖ്യ കിട്ടില്ല. അപ്പൊ നമ്മൾ നേരത്തെ 11/16 ചെയ്തപ്പോ നമുക്ക് കറക്റ്റ് 0.6875 എന്ന് വന്നു. മനസ്സിലായില്ലേ? കറക്റ്റ് 0.68775 എന്ന് വന്നു, അവിടെ നിന്നു. പക്ഷെ ചില സാഹചര്യങ്ങളിൽ അവിടെ എന്തുകൊണ്ടാണ് നിന്നത്? നമുക്ക് റിമൈൻഡർ ശിഷ്ടം 0 കിട്ടി. ശിഷ്ടം 0 കിട്ടിക്കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റോപ്പ് ചെയ്യും, പിന്നെ ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. പക്ഷെ ഈ കേസുകളിൽ 1/9 9/11 എന്ന് പറയുന്ന ഈ കേസുകളിൽ ശിഷ്ടം 0 കിട്ടില്ല. മനസ്സിലായോ? ശിഷ്ടം 0 കിട്ടില്ല. അത് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ശിഷ്ടം 0 വരാതെ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കുന്നത് നമുക്ക്. മനസ്സിലായോ? അതുകൊണ്ട് ശിഷ്ടം 0 വരാത്ത കേസുകളിലാണ് ഇങ്ങനെ 0.818181 അങ്ങനെ വന്നിട്ട് കൂടി ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്.
ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കാര്യങ്ങൾ പഠിക്കാനുള്ളത്. അപ്പൊ ഞാൻ ഇതിൽ കുറച്ച് ഇമ്പോർട്ടന്റ് ഡെസിമൽ കൺവേർഷൻസ് വരുന്നുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഈ നോട്ട്സിന്റെ കൂടെ ആഡ് ചെയ്തിട്ട് ഇടാം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇതിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. ദെൻ നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് കടക്കും. ഓക്കെ, 6 ചാപ്റ്റർ ഇപ്പൊ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് സ്ക്വയർ ആൻഡ് സ്ക്വയർ റൂട്ട്സും ക്യൂബ് ആൻഡ് ക്യൂബ് റൂട്ട്സും ആണ്. വളരെ വളരെ പ്രശ്നം പിടിച്ചൊരു ചാപ്റ്റർ ആണ്. അപ്പൊ നമുക്ക് അടുത്തത് ഇനി അത് പഠിക്കാം. സ്ക്വയറും സ്ക്വയർ റൂട്ട്സും ആണ് അടുത്ത ചാപ്റ്റർ വരുന്നത്. അപ്പൊ ഇനി അടുത്തത് നമ്മൾ അതാണ് പഠിക്കുക. അപ്പൊ ഇന്നെടുത്ത കാര്യങ്ങൾ ഈ ചാപ്റ്റർ മൊത്തം എല്ലാവർക്കും മനസ്സിലായെങ്കിൽ വേഗം ഹാർട്സ് വരട്ടെ, വേഗം ഹാർട്സ് വരട്ടെ, വേഗം ഹാർട്സ് ഒക്കെ വരട്ടെ. എവിടെ റിയാക്ഷൻസ് അല്ല, മെസ്സേജ് ആയിട്ട് വരട്ടെ. ഇത്ര നേരം ഭയങ്കര ഇമോജി സൈക്കിൾ ആയിരുന്നല്ലോ, ഇപ്പൊ ഇവിടെ പോയി എല്ലാവരും മനസ്സിലായിട്ട് വേഗം ഹാർട്സ് ഒക്കെ വരട്ടെ. ഇംഗ്ലീഷ് ഒക്കെ ഞാൻ നിങ്ങൾക്ക് നോട്ട് ഇടാം. ഞാൻ ഇവിടെ സ്ഥലം ഇവിടെ ആയതുകൊണ്ടാണ് കേട്ടോ ഇവിടെ വന്നിട്ട് ഇതിട്ടത്. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ മൊത്തം പഠിച്ചു കഴിഞ്ഞു. അപ്പൊ നമ്മൾ അടുത്ത ദിവസം കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തതിന് ശേഷം അടുത്ത ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഹാർട്സ് ഒക്കെ വരട്ടെ വേഗം. ഹാർട്സ് ഒക്കെ വരുന്നുണ്ട്. ഇപ്പൊ 68 പേരുണ്ട്. എന്നിട്ട് ഇത്ര പേർക്ക് മനസ്സിലായുള്ളൂ. മനസ്സിലാവാത്തവര് വീഡിയോ കാണുക. വീഡിയോ നിർബന്ധമായും അടുത്ത ക്ലാസ്സിന് മുന്നിൽ കണ്ടിട്ട് വേണം വരാൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോ ഹാർട്സ് ഒക്കെ വരുന്നുണ്ട്. കുറച്ച് കുറവാണ്. എല്ലാവരും പോയി കിടന്ന് ഉറങ്ങിയെന്ന് തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോ ശരി. അപ്പോ ഇന്നത്തെ ക്ലാസ് അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പുതിയ ചാപ്റ്റർ ആയിട്ട് കാണാം. സോ ബൈ, താങ്ക് യു.